ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ കാലങ്ങളിലും ദൈവത്തിൻ്റെ ഒരു ശേഷിപ്പ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 9 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മഹോപദ്രവ കാലത്തെ രക്ഷിതഗണം എണ്ണിക്കൂടാൻ പറ്റാത്ത ഒരു വലിയൊരു കൂട്ടത്തെക്കുറിച്ച് ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ട്. അവരാരാണെന്നും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. വെളിപ്പാട് പുസ്തകത്തിൻ്റെ പഠന ക്ലാസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഏറ്റവും ഒടുവിലത്തെ ക്ലാസ്സിൽ നമ്മൾ വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിലെ തന്നെ 144,000 പേരെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഈ ക്ലാസ്സിൽ തുടർച്ചയായിട്ട് നിങ്ങൾ അത് കടന്നു വരാത്തവരായിട്ടാണെങ്കിൽ ദയവായിട്ട് ഇതിന് തൊട്ട് മുൻപിലുള്ള വീഡിയോകളൊന്ന് ശ്രദ്ധിക്കുക. ഒരു ആമുഖമായിട്ട് 2-3 മിനിറ്റിനുള്ളിൽ ഷോർട്ടായിട്ട് വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുകയാണ്. 1-ാം അധ്യായത്തിൽ യോഹന്നാൻ തേജോന്മയനായ ക്രിസ്തുവിനെ കാണുകയാണ്. 2-3 അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ ഏഷ്യ മൈനറിലുള്ള 7 സഭകൾക്കുള്ള ദൂതുകളാണ് നമ്മൾ അവിടെ കാണുന്നത്. 4-5 അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ സ്വർഗീയ സദസ്സും സ്വർഗീയ സദസ്സിലെ ആരാധനയും 24 മൂപ്പന്മാർ, 4 ജീവികൾ, ഇവരെയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലങ്കയിൽ അകത്തും പുറത്തുമൊക്കെ അത് എഴുത്തുള്ളതായി മുദ്രയിട്ടൊരു പുസ്തകത്തെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ പുസ്തകം ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കുഞ്ഞാട് 6 മുദ്രകൾ പൊട്ടിക്കുന്ന കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 7-ാം അധ്യായം എന്ന് പറയുന്നത് 6-ാം അധ്യായത്തിനും അതുപോലെ തന്നെ 8-ാം അധ്യായത്തിനും ഇടയിൽ 7ഉം 8ഉം മുദ്രകൾ പൊട്ടിക്കുന്നതിന് ഇടയിലുള്ള ഒരു ബ്രാക്കറ്റ് പീരീഡാണ് 8-ാം അധ്യായം എന്ന് പറയുന്നത്, 7-ാം അധ്യായം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 7-ാം അധ്യായം ആരംഭിക്കുമ്പോൾ ഭൂമിയുടെ 4 കോണിൽ 4 ദൂതന്മാർ നിന്നുകൊണ്ട് സമുദ്രത്തിന് മേലും വൃക്ഷങ്ങളുടെ മേലും കാറ്റ് അടിക്കാതിരിക്കേണ്ടതിന് പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് മറ്റൊരു ദൂതൻ കയറി 144,000 പേര് അല്ലെങ്കിൽ 1,44,000 പേരെ മുദ്രയിടുന്നതും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു. ഈ 144,000 പേരെന്ന് പറയുന്നത് ഇസ്രായേൽ ഗോത്രത്തിലെ 12 ഗോത്രങ്ങളിൽ നിന്നുള്ളവരാണെന്ന് ഞാൻ പറയുകയുണ്ടായി. അത് അങ്ങനെയാകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പ്രവാചകനായ ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ ഇസ്രായേലിന്റെ ഭാവി എന്താകുമെന്നറിയാനായിട്ട് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ സമർപ്പണത്തോടുകൂടെ ഇരുന്ന ദാനിയേലിന് വെളിപ്പെട്ട് കിട്ടിയതാണ് യഹൂദന്റെ 70 ആഴ്ചവട്ടം. 70 ആഴ്ചവട്ടത്തിന്റെ ഒരു ഏറ്റവും ഒടുവിലത്തെ ഒരാഴ്ചവട്ടം യഹൂദന്റെ കഷ്ടതയുടെ കാലമാണ്. യാക്കോബിന്റെ കഷ്ടകാലം എന്നാണ് ആ കാലത്തെ വിളിച്ചിരിക്കുന്നത്. ഒരാഴ്ചവട്ടം അല്ലെങ്കിൽ 7 വർഷം, അതിനെയാണ് നമ്മൾ മഹോപദ്രവകാലമെന്നോ യാക്കോബിന്റെ കഷ്ടകാലമെന്നോ ഒക്കെ വിളിക്കുന്നത്. ശരിക്കും ഈ ഒരു 7 വർഷം എന്ന് പറയുന്നത് ദൈവസഭയ്ക്ക് വേണ്ടി ഉള്ളതല്ല. ഇത് യഹൂദന്റെ കഷ്ടകാലമാണ് അല്ലെങ്കിൽ യാക്കോബിന്റെ കഷ്ടകാലമാണ്. കാരണം ഇത് ദൈവസന്നിധിയിലേക്ക് വന്നിട്ട് അല്ലെങ്കിൽ ദൈവത്തിന്റെ വിളിയിൽ നിന്ന് പിന്മാറിപ്പോയ അനുസരിക്കാത്ത ഇസ്രായേലിന് വേണ്ടി ആണ് മെയിൻലി ദൈവം ഈ ഒരു ദിവസം വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടം വെച്ചിരിക്കുന്നത്. നമ്മൾ പഠിക്കുമ്പോൾ അങ്ങനെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഇത് ഈ യാക്കോബിന്റെ കഷ്ടകാലമാണ്, യഹൂദിന് വേണ്ടിയാണ് ഈ ഒരു കാലഘട്ടം. കാരണം കുത്തിയവങ്കലേക്ക് അവൻ തിരിഞ്ഞു നോക്കാനായിട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ് ആ ഒരു കാലഘട്ടം. ഭയങ്കരമായ കഷ്ടതയിലൂടെ യഹൂദൻ കടന്നു പോകേണ്ടതായിട്ട് വരും. ഈ കാര്യങ്ങളാണല്ലോ നമ്മൾ ചിന്തിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് 7-ാം അധ്യായത്തിന്റെ 9 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. 9 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് സകല ജാതികളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും ഉള്ളതായി എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് കണ്ടു. ഇത് 2-ാമത്തെ മഹോപദ്രവകാലത്തെ 2-ാമത്തെ രക്ഷിത ഗണമാണ്. 1-ാമത്തെ ഗണത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു 144,000 പേര്. 2-ാമത്തെ രക്ഷിത ഗണത്തെക്കുറിച്ച് ഇവിടെ പറയുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് സകല ഗോത്രങ്ങളിൽ നിന്നും ജാതികളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നുമുള്ള എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം. അപ്പോൾ ഈ മഹാപുരുഷാരത്തെ കണ്ടപ്പോൾ അവര് രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനമെന്ന് അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് വെള്ള നിലയെങ്കി ധരിച്ചിരിക്കുന്ന ഇവർ എവിടെ നിന്ന് വരുമെന്ന് ചോദിക്കുമ്പോൾ, യജമാനൻ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞതിന് ശേഷം, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ,
കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി ധരിച്ച് അതേ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ഭാഗം നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ ഈ പറയുന്ന ഒരു ഭാഗം ഒരുപാട് വാദപ്രതിവാദങ്ങൾക്കും തർക്കങ്ങൾക്കും ഇടയാക്കിയിട്ടുള്ള ഒരു ഭാഗമാണ്. ഇതിൽ ഒന്നാമത് വാദിക്കുന്നവർ ഇത് ദൈവസഭയാണെന്നും മറ്റൊരു കൂട്ടർ ഇത് ദൈവസഭയല്ല, മഹോപദ്രവകാലത്ത് കടന്നുപോയിട്ടുള്ള കഷ്ടതയിലൂടെ കടന്നുപോയിട്ടുള്ള ഒരു കൂട്ടരാണെന്നും വാദിക്കുന്നുണ്ട്. അങ്ങനെ രണ്ട് വാദങ്ങളാണ് ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് ഞാൻ ഏതെങ്കിലും ഒരു ഭാഗം വാദിച്ച് തെളിയിക്കാനോ ഒന്നുമുള്ള ഒരു സമയമല്ല ഈ സമയം. കാരണം നമ്മുടെ ഈ വെളിപ്പാട് പുസ്തകത്തിന്റെ ക്ലാസ് എന്നൊക്കെ പറയുന്നത് സാധാരണക്കാരായ ആൾക്കാർക്ക് ഒന്ന് മനസ്സിലാക്കാനും ചിന്തിക്കാനുമായിട്ടുള്ളതാണ്. കാരണം ഓരോന്നും തർക്കിക്കുന്നവർക്ക് അവരുടേതായ എന്താ പറയുന്നത് കാര്യങ്ങളുണ്ട്, അവരുടേതായ കുറച്ച് വാക്യങ്ങൾ എടുത്തു പിടിക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം അതിനുള്ള ഒരു സമയമല്ല ഈ ഒരു സമയം. പക്ഷെ എന്താണ് വാദപ്രതിവാദങ്ങളെന്ന് ഞാൻ പറയാം, നിങ്ങൾ തന്നെ ചിന്തിച്ചു കൊള്ളുക. നമ്മൾ കൂടുതൽ തർക്കത്തിലേക്കൊന്നും പോകണ്ട. കാരണം ഇത് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള സ്ഥലമോ ഇടമോ ഒന്നുമല്ല. നമ്മൾ ദൈവവചനം ഒന്ന് വായിക്കാനും മനസ്സിലാക്കാനും കർത്താവിനോടുള്ള കൂട്ടായ്മയിൽ നടക്കാനായിട്ടാണ് നമ്മൾ ഇത് പഠിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇവർ എവിടെ നിന്ന് വന്നു എന്നുള്ളതിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഇവർ മഹാകഷ്ടതയിൽ നിന്ന് വന്നവർ എന്ന് പറയുന്ന ഒരു പദമുണ്ട്. അപ്പോൾ ബഹുഭൂരിപക്ഷം വേദപണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത് ഇത് ദൈവസഭയല്ല. കാരണം ദൈവസഭ ഒരിക്കലും മഹോപദ്രവത്തിലൂടെ കടന്നു പോകത്തില്ല. മഹോപദ്രവത്തിലൂടെ കടന്നു പോകുന്നു എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. ആദ്യത്തെ 3.5 വർഷം കഴിയുമ്പോൾ അവരുടെ പുനരുദ്ധാനം നടക്കുമെന്നും 7 വർഷം കഴിഞ്ഞിട്ട് പുനരുദ്ധാനം നടക്കുമെന്നൊക്കെ പഠിപ്പിക്കുന്നവരുണ്ട്. പക്ഷെ എൻ്റെ ഒരു ആശയം അനുസരിച്ച്, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച്, യേശുക്രിസ്തുവിൻ്റെ ഒലിവുമല പ്രഭാഷണത്തിന്റെ അനന്തരമായി കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് ഇങ്ങനെയാണ്: അതുകൊണ്ട് സംഭവിക്കുവാനുള്ള എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകേണ്ടതിന്, മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽക്കുവാൻ നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിപ്പി. അപ്പം ഒഴിഞ്ഞു പോകാൻ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ദൈവസഭ ഇത്തരത്തിലുള്ള ഒരു കഷ്ടതയിലൂടെ കടന്നു പോകും എന്നുള്ള ആശയങ്ങളെക്കാൾ കൂടുതൽ യേശു പറഞ്ഞ വാക്കുകൾ ഒഴിഞ്ഞു പോകാനും നിൽക്കാനും പ്രാർത്ഥിക്കണമെന്നാണ്. അപ്പം തീർച്ചയായിട്ടും ഒഴിഞ്ഞു പോകും. കാരണം കർത്താവിൻ്റെ ആ ഒരു മേഘപ്രത്യക്ഷതയെങ്കിൽ നിശ്ചയമായിട്ടും ദൈവസഭ എടുത്തുകൊണ്ട് പോകും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സഭ മഹോപദ്രവത്തിലൂടെ പോയില്ല എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അല്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഈ ഒരു മഹാപുരുഷാരത്തെക്കുറിച്ചുള്ള വ്യത്യസ്തമായ അഭിപ്രായങ്ങളിൽ ഒന്ന് എർക്കമനോയ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദമാണ്. എർക്കമനോയ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പദത്തിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് ഇവർ ഉടനടി കഷ്ടതയിൽ നിന്ന് വന്നവരാണ് എന്ന് പറഞ്ഞാൽ മുൻപ് തന്നെ കഷ്ടതയിൽ നിന്ന് വന്നവരല്ല എന്നുള്ളതാണ് അതിനെക്കുറിച്ചുള്ള ഒരു വ്യാഖ്യാനം എന്ന് പറയുന്നത്. ഇനിയും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവരെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഒന്ന്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ. ദൈവസഭ കഷ്ടതയിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലും മഹാകഷ്ടതയിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്ന് അല്ലെങ്കിൽ കടന്നു പോകുമെന്ന് പറഞ്ഞിട്ടില്ല. കാലാകാലങ്ങളിൽ കഷ്ടതയിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലും മഹാകഷ്ടത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും 7 വർഷത്തെ ആ ഒരു മഹോപദ്രവ കാലത്തിലെ ആ ഒരു പീഡനത്തിന്റെ സമയം തന്നെയായിരിക്കാം. അടുത്തത് 2, ഇവർ ധരിച്ചിരിക്കുന്ന വസ്ത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ ഇവർ വെള്ള നിലയങ്കി ധരിച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. വെള്ള നിലയങ്കി. വിശ്വാസികൾക്ക് ഒരിടത്ത് പോലും വെള്ള നിലയങ്കി കിട്ടുന്നതായി വേദപുസ്തകത്തിന്റെ അകത്ത് രേഖപ്പെടുത്തിയിട്ടില്ല. അവർക്ക് വെള്ളയുടുപ്പ് ലഭിക്കുന്നതായിട്ട് എഴുതിയിട്ടുണ്ട് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. എന്നാൽ 6-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ യാഗപീഠത്തിന് കീഴിൽ അറുക്കപ്പെട്ടവരായ ആത്മാക്കളെ അവരെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. 6:11 അവർക്ക് നിലയങ്കി ലഭിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അടുത്തത്, ഇവരുടെ കയ്യിൽ കുരുത്തോല നമ്മൾ കാണുന്നു. കുരുത്തോല സത്യത്തിൽ വിജയത്തിന്റെയും സന്തോഷത്തിന്റെയും പ്രതീകമാണ്. നെഹമ്യാവിന്റെ ഒക്കെ പുസ്തകത്തിൽ നമ്മളത് കാണുന്നു. അപ്പോൾ തീർച്ചയായിട്ടും മഹോപദ്രവത്തിന്റെ കഷ്ടതയിൽ നിന്ന് അവർക്ക് ലഭിച്ച വിടുതലിന്റെ സന്തോഷത്തെ പ്രതിനിധീകരിക്കുന്ന കുരുത്തോല അവരുടെ കയ്യിലുണ്ട്. പക്ഷെ ഒരു കാലത്ത് പോലും ദൈവസഭ കയ്യിൽ കുരുത്തോല അണിഞ്ഞുകൊണ്ട് നിൽക്കും എന്നുള്ള മറ്റൊരു വാക്യവും നമ്മൾ പുതിയ നിയമത്തിലെങ്ങും കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ധരിച്ചിരിക്കുന്ന വസ്ത്രവും ഇവരുടെ കയ്യിലുള്ള കുരുത്തോലയും നോക്കുമ്പോൾ ഇത് ദൈവസഭയല്ല എന്നുള്ളതാണ് ഏറ്റവും അധികം
വേദപണ്ഡിതന്മാരുടെ ഇതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. പിന്നീട് മറ്റൊരു കാര്യം പറയുന്നത്, ഈ വന്നു നിൽക്കുന്ന ഈ ഒരു കൂട്ടം, ഇത്രയും വലിയൊരു കൂട്ടം, ഈ കൂട്ടത്തെ യോഹന്നാൻ കണ്ടിട്ട് യോഹന്നാന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. യോഹന്നാൻ ദൈവസഭയുടെ ഭാഗമാണല്ലോ. അപ്പോൾ ദൈവസഭയുടെ ഭാഗമായതുകൊണ്ട് നിശ്ചയമായിട്ടും ദൈവസഭയായിരുന്നെങ്കിൽ അദ്ദേഹം തിരിച്ചറിഞ്ഞേനെമെന്നും അദ്ദേഹത്തിന് ഒരു സംശയം, ഇതാരാണെന്ന് മനസ്സിലാകാതെ നിൽക്കുന്നത് കൊണ്ട് മൂപ്പനോട് തന്നെ അങ്ങറിയുന്നല്ലോ എന്ന് പറഞ്ഞ് ഈ യോഹന്നാന് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും തൻ്റെ കൂടെ ഉള്ളവരല്ല എന്നുള്ള ഒരു വ്യാഖ്യാനമാണ് അടുത്ത വ്യാഖ്യാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവരാരാണ് എന്ന് ചോദിച്ചാൽ 6-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, മഹോപദ്രവ കാലത്ത് എതിർ ക്രിസ്തുവിനോട് ചേരാതെ അവനോട് എതിർത്തു നിന്ന ഈ 144,000 പേര് അവര് ദൈവത്തിന്റെ സാക്ഷികളായി നിൽക്കുമ്പോൾ, അതുപോലെ തന്നെ 2 വ്യക്തികൾ അവിടെ സാക്ഷ്യം പറയുമ്പോൾ അത് കേട്ടുകൊണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ, ആ ഒരു കാലഘട്ടത്തിൽ എതിർ ക്രിസ്തുവിനോട് ഉടമ്പടി ചെയ്യാതെ എതിർത്ത് നിന്ന, വചനത്തിനു വേണ്ടി നിന്ന, കുഞ്ഞാടിന്റെ ആ ഒരു എന്താ പറയുന്നത്, കുഞ്ഞാടിന്റെ രക്തത്തിൽ ആശ്രയിച്ച് അവസാനത്തോളം സഹിച്ചു നിന്ന് രക്തസാക്ഷികളായി തീർന്നവർ തന്നെയാണ് ഇവരെന്നുള്ളതാണ് ഇതിനെക്കുറിച്ചുള്ള ഏറ്റവും ശക്തമായ ഒരു അഭിപ്രായം. അവിടെ ഇതൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. പോകട്ടെ. അപ്പോൾ നമുക്ക് 6-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ നമ്മൾ കാണുമ്പോൾ അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ കുറച്ചു നാളും കൂടെ അടങ്ങിപ്പാർക്കുക, ബാക്കിയുള്ളവരുടെ വരട്ടെ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇവർ മഹോപദ്രവ കാലത്തെ ആ ഒരു മഹാകഷ്ടതയിൽ രക്തസാക്ഷികളായി തീർന്നവർ തന്നെ ആകണം എന്നുള്ളതാണ് ഇതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം, കുഞ്ഞാടിന്റെ രക്തത്തിൽ അവർ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. നമുക്കറിയാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണത്തിന്റെ പ്രസക്തി ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. കാരണം എല്ലാ യുഗങ്ങളിലും യേശു ക്രിസ്തുവിന്റെ മരണമാണ് മനുഷ്യന്റെ രക്ഷയ്ക്ക് ആധാരമായിട്ടുള്ളത്. കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ മരിച്ചതിന് മുൻപ് തന്നെ ന്യായപ്രമാണ കാലഘട്ടങ്ങളിൽ നമുക്കറിയാം യാഗമൃഗങ്ങളെ അർപ്പിക്കുമായിരുന്നു. ആ യാഗത്തിലൂടെയായിരുന്നു പാപത്തിന്റെ പരിഹാരം ലഭിച്ചിരുന്നത്, നീതീകരണം ലഭിച്ചിരുന്നത്. ആ യാഗാർപ്പണങ്ങളെല്ലാം തന്നെ യേശുവിന്റെ കാൽവറി ക്രൂശിന് നിഴലായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ക്രിസ്തുവിന്റെ മരണത്തിന് മുമ്പും ക്രിസ്തുവിന്റെ മരണത്തിന് ശേഷവും മഹോപദ്രവ കാലത്തും എല്ലാം തന്നെ ക്രിസ്തുവിന്റെ ആ ഒരു കാൽവറി മരണം, ആ കുഞ്ഞാടിന്റെ അറുക്കപ്പെട്ട ആ കുഞ്ഞാടിന്റെ, ദൈവത്തിന് സ്തോത്രം, കാൽവറി ക്രൂശിലെ ആ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് എല്ലാ യുഗങ്ങളിലും രക്ഷയ്ക്ക് ആധാരം അത് തന്നെയാണ്. അതുകൊണ്ട് ഇവരാരാണെന്നോ എന്താണെന്നോ ഉള്ള വലിയ തർക്കത്തിലൊന്നും പോകാതെ ഇതിന്റെ താഴെ വന്ന് ഒരുപാട് എനിക്കറിയാം കമന്റുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. പോകട്ടെ. അപ്പം തീർച്ചയായിട്ടും അത് അവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ദൈവത്തിന് സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണത്തിൽ നമുക്ക് ആശ്രയിക്കാം, അവിടുത്തെ രക്തത്തിൽ നമുക്ക് ആശ്രയിക്കാം. ഇവിടെ എഴുതിയിരിക്കുന്നത് കുഞ്ഞാടിന്റെ രക്തത്തിൽ അവരുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നുവെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ സത്യത്തിൽ കുഞ്ഞാടിന്റെ ചോരയിൽ ആശ്രയിച്ച് വിശ്വാസത്താലുള്ള ഒരു നീതീകരണമാണ് നമുക്ക് ലഭിച്ചത്. എന്നാൽ ഇവിടെ അവർ രക്തസാക്ഷികളായതുകൊണ്ട് തന്നെയാകാം അങ്കി രക്തത്തിൽ അലക്കി വെളുപ്പിച്ചതെന്ന് പറയുന്നത് എന്ന് ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. പിന്നീട് ഇതിൻ്റെ അകത്തെ വളരെ പ്രധാനപ്പെട്ട നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഇതിന്റെ 15-ാമത്തെ വാക്യം നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ, അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ ഇരുന്ന് അവന്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കും. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവർക്ക് കൂടാരമായിരിക്കും. ആലയത്തിൽ രാപ്പകൽ ആരാധിക്കും എന്നുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്, നിരന്തരമായി ഇവർ സ്വർഗത്തിലെ ആലയത്തിൽ ആരാധിക്കുന്നവരാണ്. സ്വർഗത്തിൽ ഒരു ആലയമുണ്ടോ? തീർച്ചയായിട്ടും സ്വർഗത്തിൽ ആലയമുണ്ട്. വെളിപ്പാട് പുസ്തകം 11:9, 15:5 ഒക്കെ കാണുമ്പോൾ നമുക്ക് സ്വർഗത്തിൽ ഒരു ആലയമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പം 21-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, പുതിയ യെരൂശലേമിൽ ആലയം ഇല്ല എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. ആലയമില്ല, കാരണം അവിടെ സ്വർഗത്തിലാണ് ആലയം ഉള്ളത് എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ പുതിയ യെരൂശലേമിൽ ആയിരിക്കുകയില്ല ഇവരുടെ സ്ഥലമെന്നും, ഇവര് സ്വർഗത്തിൽ ദൈവസിംഹാസനത്തിന്റെ മുമ്പിലാണ് ഇവരുടെ നിത്യ വാസസ്ഥലമെന്നും ഉള്ള ചില പഠിപ്പീരുകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവിടെ അത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഏറ്റവും ഒടുവിലത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അതുകൂടെ പറഞ്ഞിട്ട് വേഗത്തിൽ നിർത്തുകയാണ്. സിംഹാസനത്തിന്റെ മധ്യയുള്ള കുഞ്ഞാട് അവരെ മേയിച്ച്
ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നടത്തും. ദൈവം അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടച്ചു കളയും. എന്തായാലും മഹോപദ്രവ കാലത്ത് അവർ ജീവിക്കുമ്പോൾ ദൈവവചനം ദുർലഭമായിരിക്കും. ആ സമയത്ത് അവർ ഒത്തിരി ദാഹിച്ചിട്ടുണ്ട്, ആഗ്രഹിച്ചിട്ടുണ്ട്, അത് അവർക്ക് കിട്ടിയിട്ടുണ്ടാകില്ല. പക്ഷേ ദൈവത്തിന് സ്തോത്രം, പിന്നീടുള്ള ആ ഒരു കാലഘട്ടം വരുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു പിന്നീടുള്ള ആ ഒരു നിത്യതയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്, കുഞ്ഞാട് അവരുടെ അതേ ദാഹത്തെയും വിശപ്പിനെയും ഇല്ലാതാക്കി കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടയ്ക്കുന്ന നിത്യ സൗഭാഗ്യത്തിലേക്ക് അവരെ എത്തിക്കും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ ഒരു ക്ലാസ് ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇത് ആരാണെന്നോ ഏതാണെന്നോ ഉള്ള തർക്കത്തിലേക്കൊന്നും നമുക്ക് അധികമായിട്ട് പോകാതെ ഒരു കാര്യം ഉറപ്പാണ്, ദൈവത്തിന് സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ കാൽവറി മരണത്തിൽ നമുക്ക് ആശ്രയിക്കാം. അവിടുത്തെ രക്തത്തിൽ ആശ്രയിക്കുന്നതിലൂടെ നമുക്ക് നീതീകരണമുണ്ട്, വിശുദ്ധീകരണമുണ്ട്, ദൈവസന്നിധിയിലേക്ക് പ്രവേശനമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതിൽ ആശ്രയിച്ച് നമുക്ക് ഓരോ ദിവസവും മുൻപോട്ട് പോകാം. ആമേൻ. ഗോഡ് ബ്ലെസ് യു.